അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ മറ്റൊരു റമദാൻ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഒരു ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പൊട്ടാറ്റോയും അതുപോലെ തന്നെ എഗ്ഗെല്ലാം വെച്ചിട്ട് നമ്മൾ സമൂസ ഷീറ്റല്ല നമ്മൾ സ്പ്രിംഗ് റോൾ ഷീറ്റിലാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ഒരു പൊട്ടാറ്റോ ഫിംഗർ റോളിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആദ്യം തന്നെ നമുക്ക് മസാല ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കറിവേപ്പില, അതുപോലെ തന്നെ ഉള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തന്നെ പച്ചമുളക് കട്ട് ചെയ്തത് എല്ലാം കൂടി കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ഗരം മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ചിക്കൻ മസാല ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. ഓവർ നല്ലോണം വഴറ്റിയെടുക്കുന്നൊന്നുമില്ല കേട്ടോ ഉള്ളി. ഇനി കുറച്ചൊന്ന് വഴണ്ടി വന്നാൽ തന്നെ നമുക്കിതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തു. ഞാൻ 2 എഗ്ഗാണ് കേട്ടോ വേവിച്ചിട്ട് പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. 2 മുട്ട പുഴുങ്ങിയത് ചെറുതായിട്ട് ക്യൂബ്സായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ നമ്മൾ മസാല റെഡി. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ഇതിനെ മസാല ഒരുപാട് ടൈമിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഒരുപാട് ടൈം ഉള്ളിയൊന്നും വഴറ്റിയെടുക്കുന്നൊന്നുമില്ല കേട്ടോ. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് ഉരുളക്കിഴങ്ങ് ഞാനിവിടെ ഒരു 3-4 വലിയ ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചിട്ട് ഉപ്പിട്ടിട്ട് വേവിച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ മസാല ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ മസാലയും കൂടി നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. എൻ്റെ ഉരുളക്കിഴങ്ങ് ഇവിടെ കുറച്ചൊന്നധികം ഒന്ന് വെന്ത് പോയിട്ടുണ്ട് കേട്ടോ. ഇത്ര വേവിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഏകദേശം ഹൈ ഫ്ലെയിമിലൊരു 2 വിസിലടിച്ചത് ഞാൻ കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് നല്ലോണം വെന്ത് പോയത്. പക്ഷേ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. നമ്മൾ ബോണ്ടയിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയാകുമ്പോൾ നമ്മൾ ബോണ്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. ഇനി നമ്മൾ സ്പ്രിംഗ് റോൾ ഷീറ്റ് എടുത്തെന്ന് പറഞ്ഞിട്ടില്ലേ, സ്പ്രിംഗ് റോൾ ഷീറ്റ് ഒരു സ്ക്വയർ ടൈപ്പിലെല്ലാം ഉണ്ടാവില്ലേ, അത് നേരെ ഒന്ന് പകുതിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ കാണുന്ന പോലെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് റോൾ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മളെ മുട്ടയും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ഇല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് മുട്ടയ്ക്ക് പകരം ബീഫോ അല്ലെങ്കിൽ ചിക്കനോ അവിടെ കട്ട്ലേറ്റിൻ്റെ ഫില്ലിങ് തന്നെ അങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് ഇതിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾ സമൂസ ഷീറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് 2ആയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ ഈ ഒരു രീതിയിൽ. ഇനി ഈ ഒരു ഫില്ലിങ് നല്ല രീതിയിൽ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. താഴെ 2 അറ്റത്തും നല്ല രീതിയിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഗ്യാപ്പൊന്നും ഇല്ലാണ്ട് നല്ല ടൈറ്റായിട്ട് നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ എല്ലാ ഷീറ്റും നമുക്ക് ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്ക് റോൾ ചെയ്തെടുക്കാം. അത് നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. നമുക്ക് ഇതുപോലെ ഷീറ്റ് നല്ല റെഡിമെയ്ഡ് ആയിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം. റെഡിമെയ്ഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചുട്ടെടുത്തിട്ട് ഉണ്ടാക്കാം. കുറച്ചും കൂടി പണിയാവുന്നു. നമുക്കിങ്ങനെ ഷീറ്റ് ഉണ്ടെങ്കിൽ എല്ലാം എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ എല്ലാ ഷീറ്റും നമുക്ക് ഫില്ലിങ്ങിലും വെച്ചിട്ട് നല്ല രീതിയിൽ ടൈറ്റിൽ തന്നെ ചുറ്റാൻ വേണ്ടിയിട്ട് റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എന്നാലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാവും. അങ്ങനെ എല്ലാം ഞാനിവിടെ റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ 2 സൈഡിലും മൈദയും അതുപോലെ തന്നെ ബ്രെഡ് ക്രംസിലും ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാനുണ്ടോ. നേരത്തെ നമ്മൾ നമ്മൾ ഷീറ്റ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് മൈദ പേസ്റ്റ് ആക്കിയിട്ടില്ലേ, ആ ഒരു പേസ്റ്റ് തന്നെ കുറച്ച് ബാക്കി ഉണ്ടായിട്ടുണ്ട്. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ലൂസ് ആക്കിയിട്ടാണ് എന്നിട്ട് അതിൻ്റെ 2 അറ്റം ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നത്. 2 അറ്റവും ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഫുള്ളായിട്ട് കോട്ട് ചെയ്യുന്നില്ല, 2 അറ്റത്ത് മാത്രമേ ഞാൻ ബ്രെഡ് ക്രംസിൽ ഇതുപോലെ കോട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാം നമുക്കിതുപോലെ ബ്രെഡിലും അതുപോലെ തന്നെ മൈദയിലും ഒന്ന് കവർ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈ സ്നാക്ക് വേണമെങ്കിൽ ഫ്രീസറിൽ എത്ര കാലം വേണമെങ്കിലും സൂക്ഷിക്കാം കേട്ടോ. എയർ ടൈറ്റ് ആയിട്ട് വെച്ചാൽ നമുക്ക് ഒരുപാട് കാലം മോശമാവാണ്ട് നല്ല രീതിയിൽ തന്നെ സ്റ്റോർ ചെയ്യാം കേട്ടോ. ഇത് നമുക്ക് എണ്ണയിലിട്ടിട്ടൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇതെല്ലാം ഓൾറെഡി കുക്ക് ചെയ്തില്ലേ, ജസ്റ്റ് ഒന്ന് കളറ് മാറിയിട്ട് ക്രിസ്പി ആവാനില്ലോ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ജസ്റ്റ് ഒന്ന് തിരിച്ചു മറിച്ചിട്ടിട്ട് ഞാനൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ സ്നാക്ക് ഇവിടെ നല്ല അടിപൊളിയായിട്ടുള്ള ഫിംഗർ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മസ്റ്റ് ട്രൈ ആയിട്ടുണ്ട്. നമ്മളെ സോസോ കെച്ചപ്പെല്ലാം കൂട്ടിയിട്ട് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് റമദാൻ സീരീസോ വ്ളോഗോ അല്ലെങ്കിൽ റെസിപ്പി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ, ടേക്ക് കെയർ, ബൈ.